ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 1ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ പാഠഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. തിങ്കളാഴ്ച നല്ല ദിവസം എന്നുള്ള പാഠഭാഗം. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് വാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു സെക്ഷനും കൂടെയുണ്ട്, നമുക്കതൊന്ന് വായിക്കാം. യന്ത്രമനുഷ്യൻ കൈനീട്ടി പൂവിൽ നിന്ന് ഒരു ചിത്രശലഭത്തെ നുള്ളിയെടുത്തു. കരകര ശബ്ദത്തിൽ അവൻ ചോദിച്ചു, നീ ആര്? ചിറകടിച്ച് ശലഭം വിക്കി. ഞാൻ നിർദ്ദയമായി അവൻ പറഞ്ഞു. ഞാൻ നിന്നെ വിശദമായി ഒന്ന് പഠിക്കട്ടെ. അവയവങ്ങൾ ഓരോന്നായി മുറിച്ചെടുത്ത് അവൻ മുരണ്ടു. ചായം കോരിയൊഴിച്ച ചിറകുകൾ, വല്ലാത്ത മൃദുവായ ഒരുടൽ, വെറുതെ തിളങ്ങുന്ന 2 കണ്ണുകൾ, തേനൊട്ടുന്ന കുഴൽച്ചുണ്ട്, പൊടി പുരണ്ട കാലുകൾ. ചെച്ചേ, എന്തൊരു വൃത്തികെട്ട ജീവി! ഞങ്ങളുടെ ലോകത്തിൽ നിനക്കെന്തു കാര്യം? ഇതാണ് തന്നിട്ടുള്ളത്. ഇവിടെ എന്താണ്, ഒരു ചിത്രശലഭത്തെ എടുത്തിട്ട് പിന്നെ അതിനെ ഓരോ ഭാഗങ്ങളാക്കി മുറിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു ജീവിയുടെ ജീവൻ അത്രയും വില കൊടുക്കാത്ത ഒരു സംഭവമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഇനി ഇതിൽ അനിമേഷൻ ചിത്രം തയ്യാറാക്കുക എന്നുള്ളതാണ്. വാക്ക് എന്ന കുറുങ്കഥ വായിച്ചല്ലോ. കഥയെ അടിസ്ഥാനമാക്കി ഒരു അനിമേഷൻ ചിത്രം നിർമ്മിച്ച് നവമാധ്യമങ്ങളിൽ പങ്കുവെക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ പൂമ്പാറ്റയെ പിടിച്ച് അത് ഇതിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. അതിൻ്റെ വീഡിയോയും കൂടെ റെക്കോർഡ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. മായാത്ത കഥകളിലെ നക്ഷത്ര കണ്ണുകൾ, പാൽ പുഞ്ചിരികൾ, അകന്നുപോകുന്ന താരാട്ടിനീണങ്ങൾ. തിങ്കളാഴ്ച നല്ല ദിവസം എന്നുള്ളതാണ് ഇവിടെ പാഠഭാഗമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഓർമ്മയിൽ ഒരുപാട് പുഞ്ചിരികളും നക്ഷത്ര കണ്ണുകളും മറ്റുമൊക്കെ ഉണ്ടാവും, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഓർമ്മയുടെ മായാക്കാഴ്ചയാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഒന്ന് വായിച്ചു നോക്കാം. സീൻ 31. പറമ്പിൽ ആടിനെ അഴിച്ച് മേലേക്ക് വരുന്ന അമ്മ. ഒപ്പം അംബികയും ബിന്ദുവും ഋതുവുമുണ്ട്. ബിന്ദു: അമ്മയുടെ ഇവിടുത്തെ ഈ ഒറ്റയ്ക്ക് കിടന്നുള്ള അലച്ചിലും ബുദ്ധിമുട്ടുമൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ പോവുക. അമ്മ: എനിക്കെന്തോന്ന് അലച്ചില്? ബിന്ദു: അത് കണ്ടു നിൽക്കുന്ന ഞങ്ങൾക്കല്ലേ അറിയാൻ പറ്റൂ. പതുക്കെ: അതിനുള്ള ഹെൽത്ത് ഉണ്ടെങ്കിൽ സാരമില്ലായിരുന്നു. ആടിനെ കെട്ടി പശുവിൻ്റെ അരികിലെത്തി. അതിന് വെള്ളം കൊടുക്കുന്ന അമ്മ. മെല്ലെ അംബിക: ബിന്ദുവിനേക്കാൾ ഹെൽത്തിയ അമ്മ. അത് കേൾക്കാത്തതുപോലെ. ബിന്ദു: കുഴപ്പമുണ്ടെന്നുള്ളതല്ല, അമ്മക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. പാതി അംബികയോടായി. അമ്മയുടെ പ്രായത്തിലൊക്കെ പുറത്തുള്ളവർ ചെയ്യുന്നത് എന്താണെന്നറിയോ? നല്ല കംഫർട്ടബിൾ ആയിട്ട് എല്ലാ പണിയും ഒതുക്കി അതിനുള്ള സ്ഥലങ്ങളുണ്ട്. പറ്റിയ ഒരു സെൻറ്റർ നോക്കി അങ്ങോട്ട് മാറും. മെൻ്റലായിട്ടും ഫിസിക്കലായിട്ടും ഒരേ പ്രായത്തിലുള്ളവരുടെ കമ്പനിയും കൂടിയാകുമ്പോൾ കാണണം ചെറിയവരെയൊക്കെ. എന്ത് ഹാപ്പിയാണെന്നറിയാവോ? അങ്ങനെ ഒരു സ്ഥലം അമ്മയെ കൊണ്ടു ചെന്ന് കാണിക്കാൻ പോവുക. അമ്മ: എന്നിട്ട്? ബിന്ദു: എന്നിട്ടൊന്നുമില്ല, അവിടെ ഒരു പണിയുമില്ല, വെറുതെ ഇരിക്കുക. അമ്മ: വെറുതെ ഇരുന്നിട്ട്? ബിന്ദു: വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് ഇരിക്കുകയല്ല. TV കാണാം, വീഡിയോ കാണാം, പ്ലെയർ ഉണ്ട്, എക്സസൈസ് ഉണ്ട്, സകല ഡെയിലീസും പീരിയോഡിക്കൽസും കിട്ടും. ദിവസവും ഡോക്ടർ വരും, നോക്കും. എത്ര ദൂരെയുള്ള ബന്ധുക്കളായാലും എപ്പോഴും അവരുമായിട്ട് ടച്ചിലിരിക്കാം. വേണേൽ അവരുടെ എല്ലാം കൂടെ പോയി നിൽക്കണമെന്ന് തോന്നിയാൽ അങ്ങനെയും ചെയ്യാം. വീട് പോലെ തന്നെ, പക്ഷേ കുറേ കൂടെ കംഫർട്ടബിൾ ആയ ഒരു വീട്. അമ്മയുടെ മുഖത്ത് ക്രമേണ ശ്രദ്ധയേറുന്നുണ്ട്. ബിന്ദു: അമ്മ അത്തരം സ്ഥലത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? അമ്മ: സ്വർഗലോകം എന്ന് കേട്ടിട്ടുണ്ട്. അവിടെയും ഇതുപോലെ ആർക്കും പ്രത്യേകിച്ചൊരു പണിയുമില്ല. അവിടെ പിന്നെ ആടാം പാടാം, അങ്ങനെയും കൂടെയൊക്കെയുണ്ട്. അംബിക ചിരിച്ചു. ബിന്ദു: അയ്യോ അമ്മേ, ഇത് സ്വർഗലോകമല്ല, ഇതിൻ്റെ പേര് ശരണാലയം. സീൻ 32. വീട് പുറത്ത്. പകലാണ് സമയം. ഉമ്മറത്തോ മറ്റോ അമ്മയും നോക്കി. അമ്മ നാരായണിക്കുട്ടിയെ നോക്കി. അമ്മ: നാരായണിക്കുട്ടി, ഇത് വല്ലതും കേട്ടായിരുന്നോ? നാരായണിക്കുട്ടി: ആ. അമ്മ: ഇവിടെ വിൽക്കുന്നതിനെ കുറിച്ചൊക്കെയാ ഇവൻ പറയുന്നത്. നാരായണക്കുട്ടിയുടെ ഗോപനെ ലേശം ചുണ്ടി പിടിപ്പിച്ചു. ഗോപൻ: ഞാൻ ചേട്ടനുമായിട്ട് ഇതെല്ലാം ആലോചിച്ചതല്ലേ. അമ്മ: ആണോടാ? നാരായണൻകുട്ടി: ആ, ഏതാണെല്ലാം പറഞ്ഞു. അമ്മ: അപ്പോൾ നീയും കൂടെ അറിഞ്ഞിട്ടാണോ എന്നോടിത് ഒളിച്ചു വെച്ചത് ഇത്രയും നാളും? അവരുടെ സ്വരത്തിൽ പെട്ടെന്നൊരു വിതുമ്പൽ വന്നു. ഉടനെ തന്നെ അവരത് നിയന്ത്രിച്ചു. പിറകിൽ അംബിക കടന്നു വന്നു നിന്നു. നാരായണക്കുട്ടി: ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് വാങ്ങിക്കാൻ മണി കുറേ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ക്യാഷ് വേണം. അതിന് വീട് കൊടുത്താലോ എന്ന് അവൻ എന്നോട് ചോദിച്ചു. അവൻ്റെ ഷെയറിലാ വീട്. എനിക്കത് തലയിടാനൊക്കുകയില്ല. ഗോപനും ലേശം ചൂട് കയറി. ഗോപൻ: അങ്ങനെ അങ്ങ് പറഞ്ഞാൽ അത് മുഴുവൻ ശരിയാവുകയില്ല.
അമ്മ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. ഒന്നുകിൽ നമ്മുടെ ആരുടെയെങ്കിലും കൂടെ വന്നു നിൽക്കണം. അതെത്ര പറഞ്ഞാലും കേൾക്കുകയില്ല. അതുകൊണ്ട് കുറെ കൂടി നോക്കാനും കാണാനും ഒക്കെ ആളും സൗകര്യവുമുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നു. ഇതൊക്കെ ആലോചനയുടെ സ്റ്റേജിൽ ഇരിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാവരും കൂടെ ഒന്നിരുന്ന് ഡിസ്കസ് ചെയ്താൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ തീരുമാനിക്കാവുന്ന കാര്യങ്ങളാണ് ചേട്ടനെ ഉദ്ദേശിച്ച്. അതിനാരും തയ്യാറാകുന്നില്ലെന്ന് പറഞ്ഞാൽ അംബിക പെട്ടെന്ന് ഇടപെട്ടുകൊണ്ട്, വീടും പറമ്പും ഗോപന്റെ ഷെയറാ. അതെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ചെയ്തോണം. അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയറിലല്ലോ. സീൻ 60. രാവിലെയാണിത്, തിങ്കളാഴ്ചയാണ്. അമ്മ ആ വീടിൻ്റെ പടിയിറങ്ങി. അമ്മയുടെ കയ്യിലൊന്നുമില്ല, ഒരു തുണിസഞ്ചി മാത്രം. എല്ലാവരുമുണ്ട്. 2 മക്കളും അവരുടെ കുടുംബവും, രേണുവും അശോകനും അമ്മിണിയും. മുറ്റത്ത് ഒരു ടൂറിസ്റ്റ് അംബാസിഡർ കിടക്കുന്നുണ്ട്. ഡ്രൈവർ കാത്തു നിൽക്കുന്നു. പിൻസീറ്റിൽ അമ്മയ്ക്ക് തലയണയും കുഷനും ഒക്കെയുണ്ട്. അമ്മ കരയുന്നില്ല. ഒരുതരം പ്രത്യേക പ്രസന്നത മുഖത്ത് മനഃപൂർവ്വം കയറ്റി നിർത്തിയതുപോലെ. കാറിനടുത്തെത്തി അമ്മ നിന്നു. അമ്മ എന്നാ എല്ലാവരോടും ആരുമൊന്നും മിണ്ടിയില്ല. കുനിഞ്ഞ് കുട്ടിയെ വാരിപ്പിടിച്ച് കവിളിൽ ആഴമുള്ള ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് വിതുമ്പലൊതുക്കാൻ ബന്ധപ്പെട്ടു. അമ്മ പോട്ടെ മക്കളെ. റിതു, അമ്മൂമ്മ അവിടുന്ന് ഫോൺ ചെയ്യണം. അമ്മ ചെയ്യാം റിതു, ഇന്ന് വിളിക്കണം ശാഠ്യത്തോടെ. അമ്മ ഇന്നിപ്പോൾ എന്താ വിളിക്കാൻ? നാളെ വിളിക്കാം. റിതു എപ്പോ? അമ്മ നാളെ രാവിലെ. റിതു രാവിലെ എത്ര മണിക്ക്? അമ്മ മോള് പലഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അമ്മൂമ്മ വിളിക്കാം. കുട്ടി തലയാട്ടി. അംബികയുടെ കണ്ണുകളിൽ നനവ് വീണു. മറ്റാരും കാണാതെ അവളത് മാനേജ് ചെയ്തു. നാരായണൻകുട്ടി വന്ന് ഡോറ് തുറന്ന് പിടിച്ച് നിന്നു. അമ്മ കുട്ടിയെ വിട്ട് ഒരു സ്റ്റെപ്പ് കാറിനടുത്തേക്ക് വെച്ചു. എല്ലാവരോടുമായി. അമ്മ പശുവിനെയും ആടിൻ്റെയും കാര്യമൊക്കെ ഞാൻ അമ്മിണിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് അവൾക്കാ. അവളത് നിങ്ങൾ പോയിട്ട് വേണ്ട പോലെ വീതിച്ചു കൊടുത്തോളും. അതുവരെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ നിന്നോട്ടെ. അമ്മിണി കണ്ണു തുടച്ചു. അമ്മ നടക്കുമെന്ന് തോന്നുന്നില്ല. ഏതെങ്കിലും കാരണവശാൽ എന്നെ ഈ പുരയിടത്തിൽ തന്നെ ദയിപ്പിക്കാൻ ഇടയായാൽ ആ മാവ് തന്നെ വെട്ടണം. നാരായണൻകുട്ടി അസ്വസ്ഥനായി അംബികയെ നോക്കി. കാറിലേക്ക് കയറാനായി ഡോറിൽ പിടിച്ചു. പെട്ടെന്നോർത്തതുപോലെ അമ്മ തിരിഞ്ഞു നിന്നു. അമ്മ പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്. ഞാനിപ്പോൾ എങ്ങോട്ടാ പോവാന്നല്ലേ? നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാഞ്ഞിട്ട് അങ്ങോട്ട് വരരുത്. പിള്ളാര് പോലും. എല്ലാ മുഖങ്ങളിലും ഒരു പകപ്പുണ്ട്. അമ്മ കാറിലേക്ക് കയറിയിരുന്ന് നാരായണൻകുട്ടി ഡോറടച്ചു. അകലെ പശു കരഞ്ഞു. അമ്മ ഞെട്ടലോടെ അവിടേക്ക് നോക്കി. അമ്മയുടെ കാഴ്ചപ്പാടിൽ അകലെ പറമ്പിൽ പശു അത് നീട്ടിക്കരഞ്ഞു. വേറെ എവിടെ നിന്നോ വേറൊന്നും കൂടി. പത്മരാജൻ്റെ തിരക്കഥകളിലാണ്. പി പത്മരാജൻ തന്നെ എഴുതിയതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പാഠഭാഗം. ഒരു സിനിമയിലെ ചില ഭാഗങ്ങളാണ്. ഇവിടെ എന്താണ്, ആ അമ്മയെ വൃദ്ധസദനത്തിലേക്ക് അല്ലേ, ശരണാലയം എന്ന് പറയുന്ന അവിടേക്ക് കൊണ്ടുപോയി വിടുന്ന രംഗമാണ്, അല്ലെങ്കിൽ അങ്ങോട്ട് പറഞ്ഞയക്കുന്ന രംഗമാണെന്ന് പറയാം. ഇനി നമുക്ക് ഇതിലെ പ്രവർത്തനങ്ങളാണ് നോക്കാനുള്ളത്. ഒന്നാമത്തേത് കണ്ടെത്തി എഴുതാം എന്നുള്ളതാണ്. നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത്. ഈ നിലപാട് സ്വീകരിക്കുന്നതിന് അമ്മയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാവാം? തിരക്കഥ വായിച്ച് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. വീടും ചുറ്റുപാടുകളും അമ്മയ്ക്ക് പ്രിയപ്പെട്ടതും സന്തോഷം നൽകുന്നതുമായിരുന്നു. വീട്ടിൽ നിന്നും മാറി നിൽക്കുക അമ്മയ്ക്ക് സാധിക്കുമായിരുന്നില്ല. അവധിക്കാലത്ത് നാട്ടിലെത്തുന്ന മക്കൾ അമ്മയെ ശരണാലയത്തിലേക്ക് മാറ്റാൻ തീരുമാനിക്കുന്നു. അമ്മയുടെ മനസ്സ് അറിയാമായിരുന്നിട്ടും സ്വാർത്ഥതയുടെ പേരിൽ ഷെയറായി കിട്ടിയ വീടും പറമ്പും വിൽക്കാനാണ് ഇളയ മകൻ ഗോപൻ ശ്രമിക്കുന്നത്. മക്കളുടെ സ്നേഹമില്ലായ്മ മനസ്സിലാക്കിയതുകൊണ്ടാണ് ശരണാലയത്തിലേക്ക് തന്നെ കാണാനായിട്ട് ആരും വരരുതെന്ന് അമ്മ പറയുന്നത്. തന്നെ വേണ്ടാത്ത മക്കൾ തന്നെ കാണാൻ ഇനി വേണ്ടതില്ല എന്ന തീരുമാനത്തിൽ അമ്മ എത്തുന്നു. ബന്ധത്തിന്റെ വിലയറിയാത്ത ഇവരുമായി ഇനിയൊരു ആത്മബന്ധം വേണ്ട എന്ന ഉറച്ച തീരുമാനമാണ് ഇതിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പം അതുകൊണ്ടാണ് അമ്മ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഉപന്യാസം എന്നുള്ളതാണ്. വീടും പറമ്പും ഗോപന്റെ ഷെയറാ. അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയറിലല്ലോ. സമകാലിക കേരളത്തിൽ കുടുംബഘടനകളിലും ജീവിത രീതികളിലും വന്നു ചേർന്നിട്ടുള്ള മാറ്റങ്ങളുടെ പ്രതിഫലനമാണ് തിരക്കഥയിൽ ദൃശ്യമാകുന്നത്. പ്രതികരണങ്ങൾ സംഘമായി ചർച്ച ചെയ്ത് അവതരിപ്പിക്കുക. അവതരണത്തിലെ ആശയങ്ങൾ ക്രോഡീകരിച്ച് ഉപന്യാസം തയ്യാറാക്കുമല്ലോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് എഴുതി നോക്കാം. പി പത്മരാജൻ രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ള ഒരു മലയാള ചിത്രമാണ് തിങ്കളാഴ്ച നല്ല ദിവസം. ഒരു അമ്മയും 2 ആൺമക്കളുമാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. 2 ആൺമക്കളും കുടുംബത്തോടൊപ്പം മറുനാടുകളിലാണ് ജീവിക്കുന്നത്. സ്വത്തുകൾ എല്ലാം വീതം വെച്ചപ്പോൾ വീടും പുരയിടവും ഇളയ മകൻ ഗോപനാണ് ലഭിച്ചത്. പണത്തിന് ആവശ്യമുള്ളതിനാൽ തൻ്റെ ഷെയറായ വീട് വിൽക്കാനാണ് ഇളയ മകൻ തീരുമാനിക്കുന്നു. അമ്മയെ ശരണാലയത്തിലാക്കാനാണ് അയാളുടെ നീക്കം. ഈ സന്ദർഭത്തിൽ മൂത്ത മകൻ്റെ ഭാര്യയായ അംബിക പറയുന്നത് വീടും
പറമ്പും ഗോപന്റെ ഷെയറാ. അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയർ അല്ലല്ലോ എന്നാണ്. ഷെയർ കിട്ടിയ വീട് ഇളയ മകനായ ഗോപന് വിൽക്കാം, എന്നാൽ അമ്മയ്ക്ക് ശരണാലയത്തിൽ പോകുന്നതാണ് ഉചിതമെന്നാണ് അംബിക പറയുന്നതിന് വാസ്തവാർത്ഥം. ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന കാഴ്ചകളും ഇത്തരത്തിലുള്ളത് തന്നെയാണ്. മക്കൾ കുടുംബസമേതം വിദേശത്ത് ആയിരിക്കുകയും അച്ഛനും അമ്മയും ഒറ്റക്കായി പോകുന്ന അവസ്ഥകൾ നമുക്ക് ചുറ്റും കാണുന്നു. അച്ഛനെയും അമ്മയെയും നോക്കാനോ ശുശ്രൂഷിക്കാനോ അവർക്ക് ആർക്കും നേരമില്ല. അതിനെല്ലാം പറ്റിയ ഒരിടമാണ് ശരണാലയം പോലെയുള്ള വൃദ്ധസദനങ്ങളായി മാറുന്നത്. അവർക്ക് ആവശ്യമായ കരുതലും ശുശ്രൂഷയും സുരക്ഷിതത്വവും അവിടെയുണ്ടെന്ന വാദമാണ് മക്കൾ നയിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ തരത്തിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഉപന്യാസം എഴുതാം, ഇനി ഒരുപാട് കാര്യങ്ങൾ എഴുതാം. അപ്പോൾ നമ്മൾ എല്ലാ ആൻസറും എഴുതുമ്പോൾ ഒരുപാട് കൂട്ടുകാർ കമൻറ്റ് ചെയ്യുന്നുണ്ട് വലിയ ആൻസറാണെന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറുതാക്കിയിട്ട് വളരെ സമ്മറൈസ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ എഴുതി ചേർക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. ചലച്ചിത്രാസ്വാദന സദസ്സ് എന്നുള്ളതാണ്. പി പത്മരാജൻ സംവിധാനം ചെയ്ത തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക, സിനിമയെക്കുറിച്ച് ആസ്വാദന ചർച്ചാ സദസ്സ് സംഘടിപ്പിക്കുക എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറയാവുന്ന കുറച്ച് പോയിന്റ്സും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ആസ്വാദന കുറിപ്പ് പോലെയാണ് നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. മാതൃവാത്സല്യത്തിൻ്റെയും അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയ മക്കളുടെയും കഥയാണിത്. വളർത്തി വലുതാക്കിയ മക്കൾക്ക് വേണ്ടി കടമകളും ത്യാഗങ്ങളും നിർവഹിച്ച അമ്മ മക്കൾക്ക് ഭാരമായി മാറുന്ന ദയനീയമായ കാഴ്ചയാണ് ഇതിലെ ഇതിവൃത്തം. വാർദ്ധക്യത്തിലെത്തിയ ഏതൊരു മാതാപിതാക്കൾക്കും സ്വന്തം മക്കളുടെയും പേരക്കുട്ടികളുടെയും കൂടെ കഴിയാനാണ് ഇഷ്ടം. അവരിൽ നിന്നുള്ള സ്നേഹവും കരുതലും ശുശ്രൂഷയുമാണ് അവർക്ക് ആവശ്യം. മാത്രമല്ല, ഇത്രയും കാലം താൻ ജീവിച്ച വീടും പരിസരവും അവർക്ക് ഒരിക്കലും മറക്കാനോ അവിടെ നിന്ന് മാറി നിൽക്കാനോ കഴിയില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ കഥയിലും ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന കാഴ്ച വിപരീതമാണ്. വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ മാതാവിനെയോ പിതാവിനെയോ അല്ലെങ്കിൽ ചുറ്റുമുള്ളവരെയോ കാണാത്ത യുവതലമുറയാണ് വളർന്നു വരുന്നത്. അത്തരം തലമുറകൾക്ക് ഉള്ള ഒരു എത്തിനോട്ടം കൂടിയാണ് ഇത്തരത്തിലുള്ള പാഠഭാഗം. സംവിധായകന്റെ സംവേദനാത്മക സംവിധാനവും കഥാപാത്രങ്ങളുടെ യാഥാർത്ഥ്യ ബോധവും മൂല്യങ്ങളും ഇതിലൂടെ കാണിച്ചു തരുന്നു. സാമൂഹിക വിഷയങ്ങളെ സ്പർശിക്കാൻ കഴിയുന്ന തരത്തിലും കുടുംബ ബന്ധത്തിന്റെ ഊഷ്മളതയും ബന്ധങ്ങൾക്കിടയിലെ വിള്ളലുകളും ഇതിൽ വളരെ വ്യക്തമായി കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൽ ഓരോ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ആശയം എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗവും കൂടെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. സംവാദമാണ്. പ്രായമായ അച്ഛനമ്മമാരെ വൃദ്ധസദനത്തിലേക്ക് അയക്കുന്നത് ശരിയാണോ? നമ്മുടെ നാട്ടിൽ വൃദ്ധസദനങ്ങൾ പെരുകുന്നത് എന്തുകൊണ്ട്? കുടുംബ ബന്ധങ്ങളും വൃദ്ധസദനങ്ങളും എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സംവാദം സംഘടിപ്പിക്കണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ടീമായിട്ട് ഇതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ഇപ്പോൾ 2 പേരായിട്ട് ചെയ്യാം. അപ്പോൾ 2 പേരാണെങ്കിലും ടീമാണെങ്കിലും ഒരാൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ടീം എന്ന് പറയുന്നത് അനുകൂലിക്കുന്നതായിരിക്കും, മറ്റൊരു ടീം പ്രതികൂലിക്കുന്നത് ആയിരിക്കണം. അപ്പോൾ അനുകൂലിക്കുന്നവർ പറയുന്ന ഒരു പോയിന്റ്, യുവജനങ്ങൾ തൊഴിൽ തേടി വിദേശത്തേക്ക് പോകുമ്പോൾ മാതാപിതാക്കളെ സുരക്ഷിതരായി പാർപ്പിക്കുന്ന ഇടങ്ങളാണ് വൃദ്ധസദനങ്ങൾ എന്നുള്ളതാണ്. ഇനി പ്രതികൂലിക്കുന്നവർ പറയുന്നത് കുടുംബഘടനയിലും ബന്ധങ്ങളിലും വന്നു ചേർന്ന വിള്ളലുകളാണ് വൃദ്ധസദനങ്ങൾക്ക് കാരണം എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടും 2 പോയിന്റാണ്. ഇനി നമുക്ക് ഇത്തരത്തിലുള്ള കുറച്ച് പോയിന്റും കൂടെ എഴുതി നോക്കാം. അനുകൂലിക്കുന്നവർ പറയുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. ഒന്ന്, മക്കൾ വിദേശത്തായിരിക്കുമ്പോൾ ഉള്ള ഒറ്റപ്പെടൽ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുന്നു, അല്ലേ? മക്കളൊക്കെ വിദേശത്താണ്, അവർ ഒറ്റക്കൊരു വീട്ടിൽ താമസിക്കുന്നതിലും എന്തെങ്കിലും നല്ലത് വൃദ്ധസദനമാണെന്ന് പറയാം. അതുപോലെ ചികിത്സാ സൗകര്യങ്ങളും പരിചരണവും ലഭ്യമാക്കിയിട്ടുള്ളതാണ് വൃദ്ധസദനങ്ങൾ. വൈദ്യസഹായം ആവശ്യമുള്ള മുതിർന്നവർക്ക് ഇത് ഉപകാരപ്പെടുന്നു. അപ്പോൾ അവർ ഒറ്റപ്പെട്ട വീട്ടിലാണ് നിൽക്കുന്നത്, അവരൊറ്റക്കാണ് എങ്കിൽ, അല്ലെങ്കിൽ ഇനി എല്ലാവരും ഉള്ള വീട്ടിലാണെങ്കിലും പ്രായമുള്ളവർക്ക് പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരാം, അല്ലേ? അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു ഡോക്ടർമാരെയും മറ്റുമൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ വൃദ്ധസദനങ്ങളിൽ ഇതെല്ലാം അധികവും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തത്, ഒരേ പ്രായത്തിലും ഒരേ സാഹചര്യത്തിലുമാകുന്ന ആളുകൾക്ക് പരസ്പരം സംസാരിക്കാനും ഇതിലൂടെ സാധിക്കും. എല്ലാവരും പ്രായമായവരാണ്, അവർക്ക് അവരുടേതായ ഒരു രീതിയിലുള്ള സംസാരവും ഒരു എന്താ പറയുക കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ അതൊക്കെ അവർക്ക് അവിടെ നിന്നും കിട്ടും എന്നുള്ളതാണ്. മാത്രമല്ല, മാനസികവും ശാരീരികവുമായുള്ള ആരോഗ്യത്തിന് ഇത് നല്ലതാണ് എന്നും പറയുന്നുണ്ട്. ചിലപ്പം വല്ല കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, അവർക്ക് ഒരുപാട് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ അതൊക്കെ എന്താണ്, അവരുടെ ആരോഗ്യത്തിന് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ അനുകൂലിക്കുന്നവർക്ക് വാദിക്കാം. ഇനി പ്രതികൂലിക്കുന്നവർക്ക് വാദിക്കാനുള്ളത്, സ്വന്തം രക്തത്തിലുള്ള മക്കളെ പോലെ പരിചരിക്കാനോ സ്നേഹിക്കാനോ വേറെ ആർക്കും സാധിക്കില്ല.
അതുപോലെ ഇത്രയും കാലം ജീവിച്ച വീടും പരിസരവും വിട്ട് വേറെ എവിടെയോ പോയി ജീവിക്കുന്ന ഒരു അവസ്ഥ മാനസികമായി അവർക്ക് എന്തുണ്ടാക്കും? ദുഃഖമുണ്ടാക്കും എന്ന് പറയാം. കൂടാതെ അവരുടേതായ ഇഷ്ടങ്ങളോ നടപടികളോ എടുക്കാൻ കഴിയാത്ത അവസ്ഥ വളരെ മാനസികമായി തളർത്തുമെന്നും പറയാം. ഇതൊക്കെയാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കാൻ പറ്റുന്ന മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി കൂട്ടുകാർക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. കഥാപാത്ര നിരൂപണമാണ്. തിരക്കഥയിലെ കരുത്തുറ്റ കഥാപാത്രമാണ് അമ്മ. കഥാപാത്രത്തിന്റെ വ്യക്തിത്വം, സ്വഭാവം, മനോനില, നിലപാട്, കഥയിലെ സ്ഥാനം, മറ്റു കഥാപാത്രങ്ങളോടുള്ള ഇടപെടൽ എന്നിവ ഉൾക്കൊണ്ട് കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ കേന്ദ്ര കഥാപാത്രമായ അമ്മയെ മുൻനിർത്തിയാണ് ഈ ഒരു ചലച്ചിത്രം പോകുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു നിരൂപണം തയ്യാറാക്കാം. നിരൂപണം തയ്യാറാക്കുമ്പോൾ ആരെക്കുറിച്ചാണ് എഴുതുന്നത് അവരുടെ പേര് തലക്കെട്ടായിട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ അമ്മ എന്ന് എഴുതി കൊടുക്കുക. പി പത്മരാജൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത തിങ്കളാഴ്ച നല്ല ദിവസം എന്ന ചലച്ചിത്രത്തിലെ പ്രധാന കഥാപാത്രമാണ് ജാനകിക്കുട്ടി എന്ന് പേരുള്ള അമ്മ. നാട്ടിൻപുറത്തെ തറവാട്ട് വീട്ടിലെ ജീവിതത്തിൽ അമ്മ സന്തുഷ്ടയാണ്. ആൺമക്കൾ രണ്ടുപേരും കുടുംബസമേതം മറുനാട്ടിൽ ജോലി ചെയ്യുന്നു. മക്കളും കൊച്ചുമക്കളും വീട്ടിലെത്തുന്നത് അമ്മയ്ക്ക് അതിയായ സന്തോഷം നൽകിയിരുന്നു. പക്ഷേ ഈ അവധിക്കാലത്തെ വരവ് അമ്മയെ വളരെ ദുഃഖത്തിലാഴ്ത്തുകയാണ് ചെയ്യുന്നത്. വീട് ഷെയറായി കിട്ടിയ ഇളയ മകൻ ഗോപൻ അത് വിൽക്കാൻ തീരുമാനിക്കുന്നു. അമ്മ ആരുടെയും ഷെയറിലല്ലാത്തതുകൊണ്ട് അമ്മയെ ശരണാലയത്തിൽ ആക്കാനാണ് മക്കൾ തീരുമാനിക്കുന്നത്. വീടിനോടും പരിസരത്തോടും വളരെയധികം ആത്മബന്ധമുള്ള ഒരാളാണ് അമ്മ. പക്ഷേ മക്കളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മനസ്സിലാക്കുകയും അവരുടെ മനസ്സിൽ തനിക്കൊരു ഇടമില്ല എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നതോടെ ശരണാലയത്തിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. തന്നെ കാണാൻ ആരും അങ്ങോട്ട് വരേണ്ടതില്ല എന്നും താൻ മരിച്ചാൽ പറമ്പിലെ മാവ് വെട്ടി ചിതയൊരുക്കണമെന്നുമുള്ള ആഗ്രഹം അമ്മ അവരോട് പറയുന്നു. സ്നേഹവും വ്യക്തിത്വവും വാത്സല്യവും എല്ലാം നിറഞ്ഞ സ്നേഹ സ്വരൂപിണിയാണ് ഇവിടെ അമ്മ. മക്കളുടെ സ്നേഹശൂന്യതയ്ക്ക് മുന്നിൽ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന അമ്മയെ നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം. ഇനി അമ്മ പറഞ്ഞ എന്തെങ്കിലും കാര്യമോ ഏതെങ്കിലും ഒരു സന്ദർഭമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും കൂടെ നിങ്ങൾക്ക് ഇതിൽ എഴുതി ചേർക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് അറിയാം പ്രയോഗിക്കാം എന്നുള്ളതാണ്. പശുവിൻ്റെ കാര്യമൊക്കെ അമ്മിണിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആടിൻ്റെ കാര്യമൊക്കെ അമ്മിണിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. പശുവിൻ്റെയും ആടിൻ്റെയും കാര്യമൊക്കെ അമ്മിണിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ 2 വാക്യങ്ങൾ ചേർത്ത് പറഞ്ഞപ്പോൾ ഉണ്ടായ മാറ്റം എന്താണ്? ചർച്ച ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ വാക്യങ്ങൾ കണ്ടെത്തി എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 വാക്കുകളെയോ വാക്യങ്ങളെയോ ആ എന്നീ ഘടകങ്ങൾ കൊണ്ട് ബന്ധിപ്പിക്കുന്നതിന് നിപാതം എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതിന് കൂടുതൽ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? നമുക്ക് പറയാം, അമ്മ ക്ഷേത്രത്തിൽ പോയിരിക്കുന്നു. അമ്മ ജ്യേഷ്ഠത്തിയുടെ വീട്ടിൽ പോയിരിക്കുന്നു. അമ്മ ക്ഷേത്രത്തിലും ജ്യേഷ്ഠത്തിയുടെ വീട്ടിലും പോയിരിക്കുന്നു. ഇനി 3ാമത്തെ വാക്യത്തിൽ ഭാഷ ഉപയോഗിച്ച് സംക്ഷിപ്തമായി 2 കാര്യങ്ങളെയും ഒരുമിച്ചായി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൽ അടുത്തതായിട്ട് വരുന്നത് പിന്നെ എന്ന് പറയുന്ന ഒരു കഥാഭാഗമാണ്. അതും കൂടെ നമുക്ക് നോക്കാം. നിങ്ങൾ എൻ്റെ പിന്നെ കഥ കേട്ടിരിക്കുകയല്ല, ഞാൻ ആ കഥ പറയാം. ആരോഗ്യം, ബുദ്ധിശക്തി, ഇൽക്കർഷേജ എന്നിവയൊക്കെ തികഞ്ഞ ഒരു വിദ്യാർത്ഥി ഒരിക്കൽ ഒരു ലോകവിരക്തൻ്റെ അടുത്തു ചെന്നു. പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ ആ പയ്യൻ്റെ ഭാവിയെപ്പറ്റി എന്തെല്ലാമാണ് വിചാരിക്കുന്നതെന്ന് സന്യാസി ചോദിച്ചു. ഞാൻ പരീക്ഷയിൽ എല്ലാം ഒന്നാമതായി ജയിക്കുമെന്ന് ഔദിത്യത്തോടെ ആ കുട്ടി മറുപടി പറഞ്ഞു. സന്യാസി: വളരെ സന്തോഷം. പിന്നെ? വിദ്യാർത്ഥി: പിന്നെ ഞാൻ ഉദ്യോഗത്തിൽ കയറും. പിന്നെ ഉദ്യോഗം ഭരിക്കും. സന്യാസി: ഭരിച്ചു. പിന്നെ? വിദ്യാർത്ഥി: പിന്നെ ഞാൻ അതിസുന്ദരിയായ ഒരു യുവതിയെ വിവാഹം കഴിക്കും. സന്യാസി: പിന്നെ? വിദ്യാർത്ഥി: അങ്ങനെ സുഖമായി ജീവിക്കും. സന്യാസി: ജീവിച്ചു. പിന്നെ? അങ്ങനെ അങ്ങ് ജീവിക്കുമെന്ന്. സന്യാസി: അതെ, എത്ര കാലം വേണമെങ്കിലും ജീവിച്ചുകൊള്ളൂ. പിന്നെ? വിദ്യാർത്ഥി: പിന്നെ പ്രമോഷനൊക്കെ കിട്ടും, വലിയ ശമ്പളം കിട്ടും. പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാകും. അങ്ങനെ അവരെ ഉത്കൃഷ്ട വിദ്യാഭ്യാസം ചെയ്യിക്കും. അവർക്ക് ഉദ്യോഗം കിട്ടും. സന്യാസി: പിന്നെ? വിദ്യാർത്ഥി: അങ്ങനെ ഞാൻ അങ്ങ് സുഖിച്ചിരിക്കും. അങ്ങനെ സുഖിച്ചിരുന്നു. പിന്നെ? വിദ്യാർത്ഥി: ഞാൻ ഒട്ടധികം സമ്പാദിക്കും. 1ാം തരം കാറ് വാങ്ങും. വലിയ ബംഗ്ലാവുകൾ വയ്ക്കും. വിദ്യാർത്ഥി: പിന്നെ? സന്യാസി: വിദ്യാർത്ഥി: പിന്നെ അങ്ങനെ അങ്ങ് ഇരിക്കുമെന്ന്. സന്യാസി: ഇരുന്നു. സമ്മതിച്ചു. പിന്നെ? വിദ്യാർത്ഥി: പിന്നെ എന്തു പറയാനാണ്? സന്യാസി: പിന്നെ എന്തെന്ന് പറഞ്ഞേച്ചാൽ മതി. ആ പ്രസന്ന മുഖത്തിൽ കാർമേഘത്തിന്റെ ചില അസ്പഷ്ട ലാഞ്ചനകൾ പകർന്നു ഇളകിക്കൊണ്ടിരുന്നു. നേത്രങ്ങൾ അല്പസമയത്തേക്ക് നിശ്ചലമായി. എന്നിട്ട് ആ ബാലൻ പറഞ്ഞു: അതെ, ഞാൻ പെൻഷൻ വാങ്ങും. സന്യാസി: കൊള്ളാം. എന്നിട്ട്?
വിദ്യാർത്ഥി: എന്നിട്ട് എല്ലാവരുടെയും സുഖം കണ്ടുകൊണ്ട് അങ്ങ് ഇരിക്കും. സന്യാസി: പിന്നെ സുഖമായി അങ്ങ് വിദ്യാർത്ഥി: ഇരുന്നു. വിദ്യാർത്ഥി: പിന്നെ ആ കുമാരന്റെ ശബ്ദം ഇടറി. അഭേദ്യമായ അന്ധകാര സാഗരം മുമ്പിൽ തിരതല്ലുന്നത് അവൻ കണ്ടു. ആ കൂരിരുട്ടിൽ എന്തൊക്കെയോ നീങ്ങുന്നതായിട്ടും അവ്യക്ത സ്വരങ്ങൾ കേൾക്കുന്നതായും തോന്നി. അലൗകികമായ ശൈത്യം വഹിക്കുന്ന കാറ്റ് കടൽ പരപ്പിലുയർന്നു തന്റെ ശരീരം ഇളക്കിയെടുക്കുന്നുവെന്ന് സംഭ്രാന്തനായി. അപ്പോഴാണ് അതുവരെ കണ്ട പേക്കിനാവുകളുടെ അപ്പുറത്തായി ഉറച്ചു നിൽക്കുന്ന പരമ യാഥാർത്ഥ്യത്തെ പറ്റിയുള്ള ചിന്ത ആ പാവത്തിൽ ഉദിച്ചത്. മുഖം വാടി, ദേഹം തളർന്നു. സന്യാസി പറഞ്ഞു: അപ്പോൾ പിന്നെ ഏതോ ഒന്നുണ്ട്. ചിരിയും ചിന്തയും. EV കൃഷ്ണപിള്ള എഴുതിയ ഒന്നാണ് ഇത്. ഇതാണ് എന്താണ് പറയുന്നത്, പിന്നെ എന്നുള്ളത് അല്ലെ. വീണ്ടും ചോദിക്കുകയാണ് പിന്നെന്താ ചെയ്യുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി എന്താണ് കൂട്ടുകാരെ ഇതിന്റെ ആശയം എന്ന് പറയുന്നത്? EV കൃഷ്ണപിള്ളയുടെ കഥയിൽ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കാണാം. വിദ്യാഭ്യാസം, ജോലി, പണം, കുടുംബം, സമ്പത്ത് എല്ലാം കൈവരിച്ചതിന് ശേഷമാണ് സന്യാസി വീണ്ടും ചോദിക്കുന്നത് പിന്നെ. ഈ തുടർച്ചയായ ചോദ്യം വിദ്യാർത്ഥിയെ അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യത്തിലേക്ക് നയിക്കുന്നു: മരണം. അവൻ അതുവരെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. ജീവിതത്തിന്റെ അവസാനം എന്താണ് എന്ന ചിന്ത ആദ്യമായി അവനിൽ ഉണരുന്നു. മനുഷ്യൻ പലതും സ്വന്തമാക്കാൻ ശ്രമിച്ചാലും ജീവിതം ഒരു നാൾ അവസാനിക്കും എന്നത് അനിവാര്യമാണ് എന്നത് ഈ കഥയിലൂടെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് ലോകമേ യാത്ര എന്നുള്ളതാണ്. ഒരിക്കലഞ്ചിയത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം. വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാതിരിക്കൂ. പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതെല്ലാം നാമതിർത്തിയിൽ ത്യജിക്കണം. ഇഹത്തിലെ ധനം, സുഖം, യശസ്സുമാ ബാജിതാത്യവും വഹിച്ചുകൊണ്ടു പോകയില്ല മർത്യനന്ത്യയാത്രയിൽ. അഹന്ത കൊണ്ടെഴുക്കൂ പൊട്ടിടാത്ത പുണ്യമൊന്നും താൻ മഹത്തരം പ്രയോജനം പരത്തിലും വരുത്തിടും. സിസ്റ്റർ ബേരി ബനീജ എഴുതിയ ഒരു കുഞ്ഞു കവിതയാണ്. ഇവിടെയും എന്താണ് പറയുന്നത് കൂട്ടുകാരെ? മരണത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. ഇനി ഇതിലെ പ്രവർത്തനം നമുക്ക് നോക്കാം. ഒരു താരതമ്യ കുറിപ്പാണ് ഇവിടെ എഴുതാനുള്ളത്. ലോകമേ യാത്ര എന്ന കവിതയിലെ വരികളും കഥയിലെ ആശയവും താരതമ്യം ചെയ്തു. എല്ലാ മനുഷ്യരും ഇങ്ങനെയാണോ ചിന്തിക്കുന്നത്? മനുഷ്യ ജീവിതത്തെ പറ്റിയുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ചർച്ച ചെയ്യൂ. ആശയങ്ങൾ ക്രോഡീകരിച്ച് എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതൊന്ന് എഴുതി നോക്കാം. EV കൃഷ്ണപിള്ളയുടെ കഥയിലും സിസ്റ്റർ മേരി ബനീത്തിന്റെ കവിതയിലും ജീവിതത്തിന്റെ അന്ത്യ സത്യം മരണം എന്നതിലേക്കാണ് ആഖ്യാനവും കാവ്യവും നമ്മെ നയിക്കുന്നത്. കഥയിൽ ഒരു വിദ്യാർത്ഥിയുടെ ജീവിത ലക്ഷ്യങ്ങൾ സന്യാസിയുമായി സംസാരിക്കുന്നതിനിടയിൽ തുറന്നു കാണുന്നു. പഠനം, ജോലി, കുടുംബം, സമ്പത്ത്, സുഖം ഇവയെല്ലാം കുട്ടി ലക്ഷ്യമിടുന്നു. എന്നാൽ സന്യാസിയുടെ ആവർത്തിച്ചുള്ള പിന്നെ എന്ന ചോദ്യത്തിന് ഒടുവിൽ വിദ്യാർത്ഥിക്ക് മറുപടി പറയാനാകാതെ പോകുന്നു. ഇവിടെ ജീവിതം ഒറ്റ ദിശയിൽ മുന്നോട്ട് യാത്ര മാത്രമല്ല, ഒരു ദിവസം അവസാനിക്കാൻ പോകുന്ന അന്ത്യമാണെന്നുള്ള ബോധം വിദ്യാർത്ഥിയിൽ ഉദിക്കുന്നു. അതേസമയം ലോകമേ യാത്ര എന്ന കവിതയിൽ ജീവിതം നേരിട്ട് ഒരു യാത്രയായി പ്രതിനിധീകരിക്കുന്നു. ആ യാത്ര തിരിച്ചു വരാനാകാത്തതും കൈവശമുള്ള ഏത് വസ്തുവും അതിനൊപ്പമാകാത്തതുമാണ്. സമ്പത്ത്, യശസ്, ആഭിജാത്യം എന്നിവ മരണമെന്ന സത്യത്തിനു മുമ്പിൽ വില പോവാത്തവയാണ്. പകരം സ്നേഹപൂർവവും നീതിമാനുമായും സത്യസന്ധമായും നയിച്ച ഒരു പുണ്യജീവിതം മാത്രമാണ് മരണാനന്തര യാത്രയിൽ നമ്മെ അനുഗമിക്കുന്നത്. ഇനി കഥയും കവിതയും ഒരേ സന്ദേശമാണ് നൽകുന്നത്. മനുഷ്യജീവിതം ശാശ്വതമല്ല, അതിന് ഒരു അവസാനമുണ്ട്. എന്നാൽ ഈ ആശയം പ്രകടമാകുന്ന രീതിയിലാണ് വ്യത്യാസം. കഥയിൽ മരണത്തെക്കുറിച്ചുള്ള ബോധം അവസാനം വരുന്നു. അതേസമയം കവിതയിൽ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ ആ ബോധം പ്രകടമാണ്. കഥ സഞ്ചാരിയെ പോലെ വിദ്യാർത്ഥിയെ ചിന്തയിലേക്ക് നയിക്കുമ്പോൾ കവിത നേരിട്ട് ആ ചിന്തയെ വായനക്കാരിലേക്ക് വിടർത്തുന്നു. ഇന്നത്തെ ലോകത്ത് എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം ഇല്ല എന്നായിരിക്കും. പലരും ജീവിതത്തെ വിജയങ്ങളുടെ ശൃംഖലയായി മാത്രം കണക്കാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അവയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ജീവിതമുണ്ടെന്നുള്ളത് മറന്നു പോവുകയാണ്. അപ്പൊ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഒരു താരതമ്യ കുറിപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ യൂണിറ്റ് ആണ്. രണ്ടാമത്തെ യൂണിറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.